കർത്താവിന്റെ ദാസിയെ കുറിച്ച് വളരെ നല്ല പ്രത്യാശയുടെ വാക്കുകൾ കേൾക്കുവാനിടയായി തീർന്ന ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാനുള്ള ദൈവത്തിന് സ്തോത്രം. In Ecclesiastes 7:6, Solomon is saying, the end of a matter, better is the end of a matter. Praise the Lord. ഒരു കാര്യത്തിന്റെ അവസാനം നല്ലത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഉന്നതിയിലായിരിക്കാൻ പലപ്പോഴും കഴിയുകയില്ല. എന്നാൽ ഈ പ്രിയ സഹോദരിയെ സംബന്ധിച്ച് വളരെ പ്രത്യാശയോടെ കർത്താവിന്റെ സ്ഥലം കടന്നുപോയെന്ന് കേൾക്കുവാനും അവരാഗ്രഹിച്ചതുപോലെ ദൈവത്തിന്റെ സ്തോത്രം കുഞ്ഞുങ്ങളൊക്കെ സത്യത്തിൽ നടക്കുന്നുവെന്ന് കാണുവാൻ ഇടയായി തീരുകയും ചെയ്ത കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സങ്കീർത്തന ഭാഗത്ത് ഒരു കാര്യം 7-ാമത്തെ വാക്യത്തിൽ verse 7, I will bless the Lord who hath given me counsel, my reins also instruct me in the night season. സ്തോത്രം. മലയാളത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. Who is the one who is giving counsel? Jesus himself is the Prince of Peace. He is the eternal God as well as he is the wonderful counselor. Praise the Lord. She got the privilege to acknowledge, to know the Lord Jesus Christ in her life, and she lived a life which is pleasing unto the Lord. As we read in Hebrew chapter 11 verse 5, Enoch, while he was living in this world, he pleased God, and he also received the testimony. ഈനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവത്തിന്റെ സ്തോത്രം, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ മരിക്കുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ആ ഒരു അനുഭവം ഈ കർത്താവിന്റെ ദാസിയെ കുറിച്ചും പറയുവാൻ നമുക്കിടയാകുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, ഈ സങ്കീർത്തന ഭാഗത്ത് ജീവന്റെ വഴി ദൈവം കാണിച്ചു തരും. What is the path of life? Jesus said, I am the way, the truth and the life. Also, while he was preaching or teaching, as we know the Sermon on the Mount or Beatitudes, Lord Jesus, in Matthew 7:14, Jesus said, the way of life is narrow, and only very few are going through that. ജീവന്റെ വഴി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്തോത്ര കർത്താവ് പറഞ്ഞു, ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കുവാൻ ശ്രമിപ്പേൻ, നാശത്തിലേക്കുള്ള വഴി വിശാലം, മരണത്തിലേക്കുള്ള വഴി, നാശത്തിലേക്കുള്ള വഴി എന്നാൽ ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും, അതിൽ കിടക്കുന്നവർ ചുരുക്കവും. എന്നാൽ ഈ പ്രിയ കർത്താവിന്റെ ദാസയ്ക്ക് ആ അനുഭവം പറയുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം. As we go through the scriptures, last night also we will keep on hearing, comfort ye one another with these words. എന്താണ് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് വചനം? Jesus himself is the word of God. He came down and dwelt among us, and he gave us grace and truth. കൃപയിൽ സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്ത കർത്താവ് ദൈവത്തിന് സ്തോത്രം. ജീവന്റെ വഴി കാണിച്ചെന്ന കർത്താവ് ദൈവത്തിന് സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ, when Apostle Paul is exhorting in 1 Corinthians 15, he is telling in Adam everybody was supposed to go to decay, destruction. But in Jesus Christ, everybody is going to have the life. Just like we put on the earthy, we have to put on the heavenly also. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസി ദൈവത്തിന് സ്തോത്രം ജീവന്റെ വഴി കണ്ടു, ദൈവത്തിലുള്ള സന്തോഷവും ദൈവത്തിലുള്ള ആനന്ദവും പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസിക്ക് ഇടയായി തീർന്ന ദൈവത്തിന് സ്തോത്രം. ദാവീദ് പിന്നെയും 17-ാം സങ്കീർത്തനത്തിലെ അവസാന വാക്യം കൂടി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിയുടെ ദൈവത്തിന് സ്തോത്രം. In Psalm 17, the last verse, as for me, I will behold thy face in righteousness, I shall be satisfied when I awake with thy likeness. നിന്റെ രൂപം കണ്ട് തൃപ്തനാകും തിരുസന്നിധിയിൽ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ ഫിലിപ്പിയർ 3:20-21 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് വീണ്ടും നാം കാത്തിരിക്കുകയാണ്. അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ താഴ്ചയുള്ള ശരീരം തന്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. That is a blessed hope Lord has given to us. Paul again saying that this is a corruptible body, but we are going to put on an incorruptible body. That is in 1 Corinthians 15 we can say that. I don't want to keep on talking, but I can remembering the word of God. Jesus said, he will come back to receive us to be with him forever. Because of that, he also told us, let not your heart be troubled. What we're going to see, this sister, even though she had weaknesses just like every one of us having, but in the end, but a blessed hope she had. As I was hearing, when after her amputation and everything, whenever I see her, always having a smile face just like you see in the picture. That is showing she got a hope beyond
her life. That is the path of life. Lord has given us also the privilege. This is my humble prayer and request and my plea this morning. Anybody here without having this blessed hope, the hope of glory Christ Jesus, if you don't have accepted Christ into your life, Lord Jesus said, the way to destruction is very wide. So many are going. We can see the broad way. Always it's ending up in destruction. Even though the world is promising so many pleasure. Of course, there's a pleasure in the, body. But, the end is destruction. So this morning, along with the family, I also, grieve, in my heart. But I know, she finished her, as we read in her, the display itself, she finished well. So we want to finish well. May the Lord help all of us to finish well. I have fought run the race, fought the fight, I kept the faith. And the crown of righteousness, I will receive it from the Lord. On behalf of the General Council of Maranatha Gospel Churches, I extend my condolences also, the sister churches' condolences to Kunyom brother and family. Also, as the local coordinator for the PCNAC for the next year, Pastor, the national convener, Pastor Thomas Matthew, also asked me to extend the condolences of the Pentecostal conferences. Also, the church I'm pastoring in Oklahoma, I extend my condolences, also my personal. May the good Lord bless you. As David said, Lord has shown me the path of life. In his presence, there is joy evermore. May God bless you. Thank you.